എല്ലാവർക്കും എൻ്റെ വി എം ചാനലിലേക്ക് നമസ്കാരം. എൻ്റെ ചാനലിൻ്റെ പേരാണ് ബിന്ദു എം. എൻ്റെ കൂട്ടുകാർ ചോദിച്ചു നിൻ്റെ ചാനലിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് കാണിക്കാൻ പോകുന്നത് പപ്പായ, കപ്പയ്ക്ക, ഓമയ്ക്ക എന്നൊക്കെ പറയും. കൊല്ലക്കാർ കപ്പയ്ക്ക എന്ന് പറയും. ഇവിടെ കപ്പളങ്ങ, കപ്പയ്ക്ക. അത് തൃശ്ശൂർക്കാർക്ക് വേറെ പേരെന്താണെന്ന് അറിയത്തില്ല. അതാണ് കപ്പയ്ക്ക. നല്ലോണം അരിഞ്ഞ് വൃത്തിയാക്കി നടുക്കത്തെ ഭാഗമൊക്കെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ടിയാണ്. കപ്പയ്ക്ക വെച്ച് ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയ്ക്ക നല്ല വൃത്തിയായിട്ട് വെളുക്കെ നല്ല പച്ചയൊക്കെ കഴിഞ്ഞ് ചെത്തി അതിൻ്റെ അകത്തെ ആ പൂവും കായും ഒക്കെ വരുന്നൊരു വെള്ളപ്പാടുണ്ടല്ലോ, അതെല്ലാം നല്ലോണം നല്ല വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുത്ത് വെക്കണം. അങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചതാണ് ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിലിട്ടത് ഇങ്ങനെ വേവിച്ചെടുക്കണം. അത് വേവുമ്പോൾ നല്ല കണ്ണാടി പോലെ ആവും. അപ്പോഴും ഓഫാക്കി അരിച്ച് മാറ്റണം. തിളച്ച വെള്ളത്തിലിട്ട് കപ്പയ്ക്ക നല്ലോണം നല്ല ഗ്ലാസ് കണക്കാവും വേകുമ്പോൾ. ആ പരുവത്തിൽ കണ്ടില്ലേ, ഫ്രൂട്ടി ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. എല്ലാവരും കണ്ടോളി. നിമിഷ നേരം കൊണ്ട് നമുക്ക് കേക്കിന് നമുക്കൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കാനും പാൽ വെച്ചടി എന്തുണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ഫ്രൂട്ടി ഉപയോഗിക്കാം. അത് നല്ലോണം അരിച്ചെടുക്കുക. അതിന് ആ പാത്രം തന്നെ സ്റ്റൗവിൽ തന്നെ ഇരിക്കട്ടെ. ഇത് വെള്ളം തോന്നുന്ന വരെ അരിച്ച് മാറ്റി വെക്കണം. അതിന് ശേഷം 300 ഗ്രാം വെള്ളം തന്നെ. ഇതിന് ഞാൻ 300 ഗ്രാം ഷുഗറാണ് എടുത്തേക്കുന്നത്. 300 ഗ്രാം അളവുണ്ട്. ഷുഗർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളവും ഉണ്ട്. ആ വെള്ളം വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. പഞ്ചസാരയും ഇടുക. പഞ്ചസാര ലൈനി ഇട്ടു വീണ്ടും അത് നല്ലോണം ലൈനി കുറുക്കിയെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന കണക്കങ്ങ് മെൽറ്റായിട്ട് ആവണ്ട, അലിയിച്ചെടുത്താൽ മാത്രം മതി. ഇത് തിളക്കിയിട്ട് അതിൻ്റെ വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഞ്ചസാരയും കപ്പയ്ക്കായും ഞാനിത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. വേണ്ടുന്നത് നമ്മൾ ഫുഡ് കളറാണ് വേണ്ടുന്നത്. നമ്മൾ കേക്കിനും അലുവയ്ക്കും ഒക്കെ എടുക്കുന്ന ഫുഡ് കളർ പച്ച, ചുമപ്പ്, ഇതാണ് ഫുഡ് കളറ്. പിന്നെ നമ്മൾക്ക് ബിരിയാണിക്ക് ഇടുന്ന എസൻസ്, അതൊരു തുള്ളി ഒഴിക്കണം. ഒരു പ്രത്യേക മണം കിട്ടും. അത് ചെറുതായിട്ട് ഈ ചെറിയ സ്പൂണിന് ഒരു തുള്ളി. ഈ പഞ്ചസാര നല്ലോണം തിളച്ച് വരുമ്പോൾ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ എസൻസ് ഒഴിക്കുക. ഒരു തുള്ളി ബിരിയാണി എസൻസ് അല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. അതൊഴിക്കുക. ഈ പപ്പായ അതിലോട്ടിടുക. വീണ്ടും ഇളക്കുക. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഫ്രൂട്ടി വീട്ടിലുണ്ടാക്കാം. പപ്പായൊക്കെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയില്ലേ, ആരും കഴിക്കത്തുമില്ല. തോരൻ വയ്ക്കാനൊക്കെ എല്ലാവർക്കും മെനക്കേടും. ഈ ഫ്രൂട്ടി ഉണ്ടാക്കി ഗ്ലാസ് ഭരണിക്കകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമുക്ക് നല്ല ദിവസങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കാനോ ആരെങ്കിലും വന്നാൽ പെട്ടെന്നൊരു വെള്ളം കൊടുക്കുമ്പോൾ ഈ പഴങ്ങളെല്ലാം ഇട്ടടിച്ച് ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഇച്ചിരി ഭംഗിക്ക് വേണ്ടി എല്ലാ കളറും ഇടാം. ഇത്രയേ ഉള്ളൂ. അത് ഊറ്റിയെടുക്കണം. തീർന്നു. അത് ഊറ്റിയെടുത്തു. ഇനി നമുക്ക് വേണ്ടുന്നത് 2 ബൗൾ എടുക്കുക. ഇതേപോലെ 2 ബൗൾ എടുത്ത് അതിനകത്ത് ഞാൻ 3 ബൗൾ എടുത്തിട്ടുണ്ട്. 3 എടുക്കാം. കുറേശ്ശേ മതി. 2 ലിറ്റർ
ഇത് പ്ലെയിനായിട്ട് കിടക്കണം. ഇത് ഒരെണ്ണം പ്ലെയിനായിട്ട്, ഏതെങ്കിലും ഒരെണ്ണം പ്ലെയിനായിട്ടും 2 എണ്ണം കളറുമായിട്ടും എടുക്കാം. നമുക്ക് പിന്നെ യെല്ലോ കളർ കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് യെല്ലോ ഇല്ല, ഓറഞ്ചും പച്ചയും മാത്രമേ ഉള്ളൂ. ഞാൻ 2 കളർ എനിക്ക് കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 കളറും ഒരു വൈറ്റുമായിട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കളർ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് പല കളറിൽ എടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ട്. ഞാനിപ്പോൾ പച്ച കളർ ഒഴിക്കുന്നു. പച്ച ഒഴിച്ചു, ചുവപ്പൊഴിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. മിക്സ് ചെയ്യുക. പച്ചയെ അത് കണക്ക് മിക്സ് ചെയ്യുക. തീർന്നു. ഫ്രൂട്ടിയുടെ നമ്മൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഉണ്ട് ഒരു ഓറഞ്ചും ഒരു വൈറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 3 ഒരു പേപ്പറിലോട്ട് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലോട്ട് നിരത്തിയിടുക. ഇനിയിപ്പോൾ കുറേശ്ശേ കാണിക്കുന്നുള്ളൂ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് ഞാൻ കുറേശ്ശേ കാണിക്കുന്നത്. ഇതാണ്ടേ നിരത്തിയിടുക. കണ്ടില്ലേ, നിരത്തി ഇടുക. എല്ലാം കൂടെ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇട്ടാൽ മതി. ഇപ്പം പച്ച, ഓറഞ്ച്, വൈറ്റ് ഇത്രയും സാധനമാണ്. ഇത് മൂന്നും കൂടെ മിക്സാക്കി വേണമെങ്കിൽ വയ്ക്കാം. ഇത് തനിച്ച് വേണമെങ്കിൽ നമുക്ക് ആക്കി വയ്ക്കാം. ഇത് നമുക്ക് അതേ കണക്ക് വയ്ക്കാം. അല്ലെങ്കിൽ ഒന്നിച്ച് പച്ചയും വെള്ളയും എല്ലാം കൂടെ മിക്സാക്കി ഒന്നിച്ച് വേണമെങ്കിലും വയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒന്നിച്ചാക്കി കാണിക്കാം. ഇത് ഇച്ചിരി കുറച്ച് ഒരു ഇതുണ്ട്, ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്, മധുരവുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എസൻസിൻ്റെയൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഫ്രൂട്ടിക്ക് പപ്പായയൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ധാരാളം നമ്മളത് ചെയ്ത് വെച്ചിരുന്ന. നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പഴവും ബദാമും അണ്ടിപ്പരിപ്പും പാലും ഒക്കെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഇതും കുറച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിത് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ മതി. എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പച്ചയും ചുവപ്പും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് വെച്ചിരുന്നു. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ഒഴിഞ്ഞ പാത്രം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം കണ്ടില്ലേ. ഫ്രൂട്ടി നമുക്കൊരു പാത്രത്തിലോട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ കുപ്പിക്കകത്താക്കി വെച്ചേക്കണം. ഗ്ലാസിൻ്റെ കുപ്പിക്കകത്തേക്കാണ്. കണ്ടോ ഫ്രൂട്ടി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ശ്രമിച്ച് നോക്കണം. യാതൊരു കേടും ഇല്ലാതെ നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണക്കാം. ഇവിടെ ഇപ്പം വെയിൽ കിട്ടത്തില്ല, ഫ്ലാറ്റിലായതുകൊണ്ട് വെയിൽ കിട്ടത്തില്ല. വെയിലുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് നേരം നല്ലോണം ഒന്ന് വെയിൽ കൊള്ളിച്ച് ചെറിയ ഭരണിയിലൊക്കെ മാറ്റി വെച്ചിരുന്ന നമുക്ക് എളുപ്പം കേക്ക് ഉണ്ടാക്കാം, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. എന്ത് സാധനത്തിനും ഇത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ല ഏതെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ബ്രെഡ് ചൂടാക്കിയാലും ഇത് കുറച്ച് അതിൻ്റെ മുകളിൽ വെച്ച് നല്ല ഭംഗിക്കാക്കി കുട്ടികൾക്ക് പല കളറിൽ കൊടുത്താൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കും.
ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. ഇന്ന് ഫ്രൂട്ടിയുടെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇതൊന്ന് വെയിൽ കൊള്ളിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. കുറച്ച് നേരം ഞാനിങ്ങനെ ഫാനിൻ്റെ പുറത്ത് ഇവിടെ തന്നെ വെച്ചേക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കുപ്പിയിലാക്കി വെക്കത്തുള്ളൂ. ചെറിയ ഭരണിയുണ്ട്, ഭരണിയിലാക്കി ഞാൻ അടച്ചു വയ്ക്കും. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഇതേപോലെ പലഹാരമൊക്കെ കിട്ടുമല്ലോ, നമുക്ക് ലുലുവിലൊക്കെ പോകുമ്പം മേടിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് അതിനകത്ത് പാക്ക് ചെയ്ത് ഉണക്കി പാക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് നോക്കണം. ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? ഇതുണ്ടാക്കണം. ഓക്കെ, താങ്ക് യു. ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്കെല്ലാം ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോസുമായി നാളെ കാണാം. താങ്ക് യു.